ചില വീട്ടിൽ പോയണ്ടല്ലോ നമുക്ക് അവിടുന്ന് പച്ച വെള്ളം കുടിക്കാൻ തോന്നില്ല. വീടിന്റെ വലുപ്പം നോക്കിയിട്ടില്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. എത്ര ചെറിയ വീടാണെങ്കിലും ഇനി ഒറ്റമുറി വീടാണെങ്കിലും ഉള്ളിൽ നല്ല വൃത്തി ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു പ്ലസന്റ് ഫീലിംഗ് ആയിരിക്കും. ഇനിയിപ്പോ വലിയ വീടാണെങ്കിലും കയറുമ്പോൾ തന്നെ മണ്ണ് ചവിട്ടുക, അതുപോലെ കഴിക്കാനും കുടിക്കാനും നൽകുന്ന ഗ്ലാസും പ്ലേറ്റും ഒന്നും വൃത്തിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും കഴിക്കാനും ഇരിക്കാനും തോന്നില്ല അവിടെ. അതേപോലെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, വെളിയിലിടുന്ന അതേ ചെരുപ്പ് ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് കയറും. നമ്മൾ എന്തെല്ലാം അഴുക്കിലും മണുക്കളിലും കൂടെ ഇട്ടുകൊണ്ട് നടന്ന ചെരുപ്പാണ് വീടിനുള്ളിലേക്ക് കയറ്റുന്നത്. എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നല്ല വൃത്തിക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് എന്തെല്ലാം അസുഖം വരുമെന്ന് അറിയോ. വീട് വൃത്തിയാക്കാണ്ടിരിക്കാൻ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പേഴ്സണൽ ഹൈജീൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ താമസിക്കുന്ന ഇടം വൃത്തിക്ക് സൂക്ഷിക്കാന്നുള്ളത്. ഇത് അത്ര പെടാപ്പാട് പെടേണ്ട പണിയൊന്നും അല്ല. നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കഴുകി വെക്കുക. അതുപോലെ കഴിക്കാനിരുന്ന ടേബിള് എന്തെങ്കിലും സ്പില്ലായിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീൻ ക്ലോത്ത് ഇട്ട് അപ്പം തന്നെ തുടയ്ക്കുക. പിന്നെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ജസ്റ്റ് എല്ലായിടും ഒന്ന് തൂത്തുവാരിയിടുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾക്ക് ഒരു ഡീപ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂർ അല്ല 2 മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്താൽ മതി. കുളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആഴ്ച 2-3 ദിവസം ഒന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് തന്നെ ബാത്റൂം ഒക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിടക്കും. ഞാൻ താമസിക്കുന്ന വീട് വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എപ്പോഴും എങ്ങനെ ക്ലീൻ ആക്കി ഇടാൻ പറ്റുന്നതെന്ന്. ആ ചോദ്യം കേൾക്കുമ്പോൾ ചെറുതായിട്ട് എൻ്റെ തലയൊന്ന് പൊങ്ങലുണ്ട്. എന്നാലും വരുന്നവർക്കും പോകുന്നവർക്കും ജീവിക്കുന്നവർക്കും എല്ലാം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഇടാട്ടെ വീട്. അപ്പോൾ സീ യു സൂൺ ആസ് ഓൾവേസ്. ബൈ.